കൂട്ടുകാരെ എല്ലാവർക്കും ടാലൻറ്റ് ഹണ്ടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് 7ാം ക്ലാസ്സിന് കൈറ്റ് വിത്ത് ക്ലാസ്സിൽ സോഷ്യൽ സയൻസും സാമൂഹ്യ ശാസ്ത്രവും ഹിന്ദിയും ആയിരുന്നു. കൂട്ടുകാരെല്ലാവരും ക്ലാസ് കേട്ടിട്ടുണ്ടാവുമല്ലോ. ഇന്ന് നമുക്ക് ആദ്യം സോഷ്യൽ സയൻസ് സാമൂഹ്യ ശാസ്ത്രത്തിൽ ടീച്ചർ നൽകിയിട്ടുള്ള കുറച്ച് ചോദ്യങ്ങൾ നോക്കാം. ഏതെല്ലാം ഘടകങ്ങളിലൂടെയാണ് ഇന്ത്യയുടെ ഭരണഘടന രൂപപ്പെട്ടത്? കുറിപ്പ് തയ്യാറാക്കുക. റൈറ്റ് എ ഷോർട്ട് നോട്ട് ഓൺ ദി സ്റ്റേജസ് ഇൻ ദ ഫോർമേഷൻ ഓഫ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. കൂട്ടുകാരി, നമുക്കിതിന് ഉത്തരം നോക്കിയാലോ? The framing of the Indian Constitution started with the formation of the Constituent Assembly. The first meeting of the Assembly was on 9 December 1946. Dr. Sachidananda Sinha was its acting chairman. Later, Dr. Rajendra Prasad was elected as the chairman of the Constituent Assembly. The Constituent Assembly began functioning by forming various committees. The Constitution Drafting Committee was one among them. It was responsible for preparing the draft constitution. Dr. B.R. Ambedkar was the chairman of the committee. He is known as the architect of the Indian Constitution. The committee headed by Dr. Ambedkar prepared a draft of the Constitution. It was then based on the reports submitted by different committees. After detailed discussions and debates, the Constituent Assembly approved the Constitution on 26 November 1949. This day is observed as the Constitution Day. However, the Indian Constitution officially came into force on 26 January 1950. India became a sovereign democratic republic from that day. ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിച്ചുകൊണ്ടാണ് ഇന്ത്യയുടെ ഭരണഘടനാ നിർമ്മാണ പ്രവർത്തനം ആരംഭിച്ചത്. ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളനം 1946 ഡിസംബർ 9 ചേർന്നു. ഡോക്ടർ സച്ചിദാനന്ദ സിൻഹയായിരുന്നു താൽക്കാലിക അധ്യക്ഷൻ. തുടർന്ന് ഡോക്ടർ രാജേന്ദ്ര പ്രസാദിനെ ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷനായി തെരഞ്ഞെടുത്തു. നിരവധി കമ്മിറ്റികൾ രൂപീകരിച്ചാണ് ഭരണഘടനാ നിർമ്മാണ സഭ പ്രവർത്തനം തുടങ്ങിയത്. ഇത്തരം കമ്മിറ്റികളിൽ ഒന്നാണ് ഭരണഘടനയുടെ കരട് തയ്യാറാക്കുന്നതിനു വേണ്ടി രൂപീകരിച്ച ഭരണഘടനാ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി. ഈ കമ്മിറ്റിയുടെ അധ്യക്ഷൻ ഡോക്ടർ B.R. അംബേദ്കർ ആയിരുന്നു. അദ്ദേഹം ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി എന്നാണ് അറിയപ്പെടുന്നത്. ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിച്ച വിവിധ കമ്മിറ്റികളുടെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഡോക്ടർ B.R. അംബേദ്കറുടെ നേതൃത്വത്തിലുള്ള കമ്മിറ്റി ഭരണഘടനയുടെ ഒരു ഡ്രാഫ്റ്റ് കരട് തയ്യാറാക്കി. വിശദമായ ചർച്ചകൾക്കും സംവാദങ്ങൾക്കും ശേഷം ഭരണഘടനാ നിർമ്മാണ സഭ 1949 നവംബർ 26 ഭരണഘടനയ്ക്ക് അംഗീകാരം നൽകി. ഈ ദിവസം ഭരണഘടനാ ദിനമായി ആചരിക്കുന്നു. എന്നാൽ ഭരണഘടന ഔദ്യോഗികമായി നിലവിൽ വന്നത് 1950 ജനുവരി 26 അന്നു മുതൽ ഇന്ത്യ ഒരു പരമാധികാര ജനാധിപത്യ റിപ്പബ്ലിക്കായി മാറി. അടുത്ത ചോദ്യം ഇതാണ് കൂട്ടുകാരെ. ഭരണഘടനയുടെ താക്കോലാണ് ആമുഖം. ഈ പ്രസ്താവനയുടെ പ്രാധാന്യം വ്യക്തമാക്കുക. The preamble is the key to the Constitution. Elucidate. On the basis of the preamble provided in the Constitution, we can understand the basic ideas underlying in the Constitution. In the preamble, the main aims that should be ensured by the country for the citizens are provided, like the ideas of liberty, justice, equality and fraternity. Since the ideas and concepts of the Constitution is clearly stated in the preamble, it can be aptly called the key to the Constitution. ഭരണഘടനയിൽ നൽകിയിരിക്കുന്ന ആമുഖത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഭരണഘടനയിലെ അടിസ്ഥാന ആശയങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ആമുഖത്തിൽ രാജ്യം പൗരന്മാർക്ക് ഉറപ്പാക്കേണ്ട പ്രധാന ലക്ഷ്യങ്ങൾ സ്വാതന്ത്ര്യം, നീതി, സമത്വം, ഭരണഘടനയുടെ ആശയങ്ങളും ആമുഖത്തിൽ വ്യക്തമായി പറഞ്ഞിരിക്കുന്നതിനാൽ ഇതിനെ ഭരണഘടനയുടെ താക്കോൽ എന്ന് ഉചിതമായി വിളിക്കാം. കൂട്ടുകാരി, അടുത്തതായി നമ്മൾ നോക്കാൻ പോകുന്നത് ഇന്ന് നമ്മുടെ ഹിന്ദി ക്ലാസ്സിൽ ടീച്ചർ നൽകിയിട്ടുള്ള വർക്ക്ഷീറ്റാണ്. കൂട്ടുകാരി, ടീച്ചർ നൽകിയിട്ടുള്ള ഒരു ആക്ടിവിറ്റിയാണ് ബഡേ ബരി. ഇവിടെ ഒരു ഉദാഹരണം നൽകിയിട്ടുണ്ട്. മാംനെ ബേട്ടേക്കോ സുനായ, ബേട്ടേനെ സുന. അമ്മ
മകനോട് ഒരു കാര്യം പറഞ്ഞു. മകൻ അത് കേട്ടു. പിതാനെ ബേട്ടേക്കോ ലിഖായ. ഇനി എന്തായിരിക്കും വരിക? അതെ, ബേട്ടേനെ ലിഖ. അടുത്തതായി നമുക്ക് നൽകിയിരിക്കുന്നത് ബേട്ടേനെ പഠ എന്നാണ്. അതിന് മുകളിലായിട്ട് മാംനെ ബേട്ടേക്കോ പഠായ. അമ്മ മകനെ വായിപ്പിച്ചു. മകൻ അത് വായിച്ചു. കൂട്ടുകാരി, അടുത്തതായി നമുക്ക് 4 ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങൾ ബ്രാക്കറ്റിലായിട്ട് നൽകിയിട്ടുണ്ട്. അതിൽ നിന്ന് വ്യക്തമായ ഉത്തരം കണ്ടെത്തണം. രാജാനെ കിസ്നെ ദർവാസ ബനാനെ കോ കഹ. അതിനുത്തരം എന്താണ്? അതെ, മന്ത്രി സേ. അടുത്തതായി ആദ്മി കെ ഹാത്ത് മേ ക്യാ ദി. എന്തായിരുന്നു കയ്യിൽ? അതെ, രാജാക്കി തസ്വീർ. സഹി ശബ്ദ് കോൺസാ ഹേ? ഏതാണ്? ദർവാസ. ദർവാസ എന്നതാണ് ശരിയായിട്ടുള്ളത് ആദ്യത്തെ പദം. 4ാമത്തേതിന് ഉത്തരം എന്താണ്? അതെ, കൂട്ടുകാരി എഴുതിയത് ഇതുപോലെയാണോ? കൂട്ടുകാരി, ഇതോടെ നമ്മുടെ ഇന്നത്തെ വർക്ക്ഷീറ്റ് അവസാനിക്കുകയാണ്. കൂട്ടുകാർക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ള കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാനും മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.